ഷാജി ജോസഫ്, ദില്ലി ബി ജെ പി കണക്ക് കൂട്ടിയിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ലീഡർഷിപ്പിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി വല്ലാതെ പിന്നിൽ പോവുകയും ബി ജെ പി ഭരണം പിടിക്കുകയും ചെയ്യുന്നത് ദില്ലിയിൽ. ആ കാഴ്ച ഏതാണ്ട് കാര്യങ്ങൾ അതിലേക്ക് തന്നെയല്ലേ വ്യക്തതയോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ശരത്തെ, എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഷാജി ജോസഫ്. അരവിന്ദ് കെജ്രിവാൾ മൂന്നാമതാണ്, കോൺഗ്രസ് രണ്ടാമത്, ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ന്യൂഡൽഹിയിൽ. ഷാജി ജോസഫ് പറഞ്ഞോളൂ. ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രവചനം എക്സിറ്റ് പോളുകൾ കൊണ്ടുവന്നപ്പോൾ ബി ജെ പിയുടെ പ്രചരണ തന്ത്രങ്ങൾ ഏതാണ്ട് വിജയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ബി ജെ പി നടത്തിയ പ്രചരണം അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പിടിച്ചുലച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മളുടെ മുൻപിൽ വരുന്ന ഈ ഫിഗറുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. 70 സീറ്റുകളുള്ള ഡൽഹി നിയമസഭയിൽ ഏതാണ്ട് 50 സീറ്റുകളോടടുത്ത് ബി ജെ പി ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്ന സ്വാധീനം ഏതാണ്ട് വളരെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഷാജി ജോസഫ്, ഈ കഴിഞ്ഞ നാളുകളിലേക്ക് നമ്മൾ ആ നാളിലേക്കൊന്ന് പിന്നിലേക്ക് പോയാൽ വളരെ വളരെ ആസൂത്രിതമായി ബി ജെ പി രാഷ്ട്രീയമായി നടത്തിയ നീക്കങ്ങൾ, ഒരു ഭാഗത്ത് ഈ പ്രതിച്ഛായ തകർക്കുക, രണ്ടാമത്തത് ആ സർക്കാരിലും ആ പാർട്ടിയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൽ മങ്ങലേൽപ്പിക്കുക അല്ലെങ്കിൽ അതിൽ ഇടിവ് സൃഷ്ടിക്കുക എന്ന് പറയുന്നതിന് വേണ്ടി പടിപടിയായി ചെയ്ത കാര്യങ്ങൾ, ആത്യന്തികമായി ദില്ലിയിൽ ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് വേണ്ടി നടത്തിയ കാര്യങ്ങൾ ഒരു വിജയത്തിലേക്ക് തന്നെ അവർക്ക് എത്തിക്കാനായി എന്നതല്ലേ ഇന്നത്തെ ഒരു ദിവസം ഈ ലീഡ് നില ഓരോന്നും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നൽകുന്നൊരു സൂചന, വ്യക്തത? ശരത്തെ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഉയർത്തിപ്പിടിച്ചത് 2 കാര്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഡൽഹിയിൽ. ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ അഴിമതിരഹിത ഭരണം എന്ന മുദ്രാവാക്യത്തിൻ്റെ അത് പൊളിച്ച് കാണിക്കുക. നമ്മൾ കണ്ടത് ഈ മദ്യനയത്തിലും ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ അഴിമതിയുടെ കൂത്തരങ്ങ് തന്നെയാണ് എന്ന് ബി ജെ പി ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായി ഒരു തന്ത്രം മെനയാനോ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല. അവരുടെ മുൻനിര നേതാക്കളൊക്കെ ഈ ഒരു കാര്യത്തിൽ മദ്യനയ പ്രശ്നത്തിൽ ജയിലിൽ പോവുകയും കൂടെ ചെയ്തപ്പോൾ അവരുടെ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ USP ആയ അഴിമതിരഹിത ഭരണം അത് പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ബി ജെ പിക്ക് അപ്പോഴും ബി ജെ പിക്കെതിരെ കൊണ്ടുവന്ന ഏജൻസികളുടെ ദുരുപയോഗം നടത്തിയാണ് രാഷ്ട്രീയപരമായി വേട്ടയാടുന്നത് എന്ന് കൂടെ അവർ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞെങ്കിലും കോടതികളിൽ വലിയ തിരിച്ചടികളാണ് ഈ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. കാരണം ഏതാണ്ട് മനീഷ് സിസോദിയെ പോലുള്ള ആളുകൾ ഒക്കെ ഈ ഒരു പ്രശ്നത്തിൽ, ഈ മദ്യനയ കുംഭകോണത്തിൽ വളരെ നീണ്ട നാളുകൾ ജയിലിൽ കിടക്കുകയുണ്ടായി. സത്യേന്ദ്ര ജെയിനെ പോലെയുള്ള ആളുകൾ, അരവിന്ദ് കെജ്രിവാൾ. ഈ പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചതിൻ്റെ ഇത്രയും വലിയ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ബി ജെ പിക്ക് ഈ പ്രചരണത്തിൽ ഇവർക്കെതിരെ എടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആയുധം അഴിമതിരഹിത ഭരണം എന്ന മുദ്രാവാക്യം തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ബി ജെ പി കൊണ്ട് സാധിച്ചു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഏറ്റവും പുതിയ ലീഡ് നില കൂടി നോക്കിയാൽ 19 മാത്രമാണ് ആം ആദ്മി പാർട്ടി, 21 മാത്രമാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. ബി ജെ പി 48. ബി ജെ പി ഏതാണ്ട് 50 സീറ്റുകളിലേക്ക് അതിവേഗം എത്താൻ പോകുന്നു ലീഡ് നില എന്നതുകൂടിയാണ് വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആകെ 70 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 50ലേക്ക് ബി ജെ പിയുടെ ലീഡ് നില എത്താൻ പോകുന്നു. ആം ആദ്മി പാർട്ടി 19 ആം ആദ്മി പാർട്ടി 19 ബി ജെ പി 50 നിയമസഭാ മണ്ഡലങ്ങൾ
മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നേതാക്കൾ, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും സമ്പൂർണ്ണമായി പരാജയപ്പെടുന്നു. തുടക്കം മുതൽ തന്നെ പിന്നിലാണ്. അത് 3-ാം സ്ഥാനത്താണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ്. കോൺഗ്രസുമായി സീറ്റ് സഹകരണത്തിലേക്ക് പോകാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണി എന്നതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശത്തെ, രാഷ്ട്രീയ ലക്ഷ്യത്തെ, രാഷ്ട്രീയ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിനും ദില്ലിയിൽ കഴിയാതെ പോയി എന്നുള്ളതുകൂടിയുണ്ട്. അവിടെയാണ് പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ വലിയ പരാജയത്തിനും BJPയുടെ നേട്ടത്തിനും കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇടവരുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ജയിച്ചതുമില്ല, ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാനായി എന്നുള്ളതാണ്, BJPയെ ജയിപ്പിക്കാനായി എന്നുള്ളത് കൂടിയാണ് അതിൽ നിന്ന് കാണേണ്ടുന്ന ഒരു രാഷ്ട്രീയം. അത് പ്രത്യേകമായി കാണേണ്ടത് തന്നെയല്ലേ. പറഞ്ഞു വരുമ്പോൾ താല്പര്യമുള്ളിടത്തൊക്കെ തോന്നിയ പോലെ ഇന്ത്യ മുന്നണി, അല്ലാത്ത ഇടങ്ങളിലൊക്കെ അപ്പന എന്ന മട്ടിൽ തോന്നിയ പോലൊക്കെ ചെയ്യുക. അതിപ്പോൾ നോക്കൂ, കെജ്രിവാൾ തന്നെ 3-ാം സ്ഥാനത്ത് പോകുന്നു, അവിടെ കോൺഗ്രസ് 2-ാം സ്ഥാനത്ത്. പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്കും അതുപോലെ തന്നെ BJPയുടെ ജയത്തിനും ഇടവരുത്തുന്ന വിധത്തിലേക്കുള്ളൊരു രാഷ്ട്രീയം കൈകാര്യം ചെയ്തു ദില്ലിയിൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രശ്നം ഷാജി ജോസഫ് ഇതിലില്ലേ? പിന്നെ എന്ത് ഇന്ത്യ മുന്നണി? ആ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഇതിന് ആം ആദ്മിയേക്കാൾ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരില്ലേ? കാരണം ഇപ്പോൾ സമാജ്വാദി പാർട്ടി അടക്കം ദില്ലിയിൽ പിന്തുണച്ചത് ആം ആദ്മി പാർട്ടിയാണ്. കോൺഗ്രസ് ആണ് മാറി നിന്നിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസിൻ്റെ ദില്ലിയിലെ തെരഞ്ഞെടുപ്പിൽ നടത്തിയ നയമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെയാണ്. ശ്രീ നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ BJPയെ ആക്രമിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളത് വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിച്ച ശേഷം ആ സഖ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ സഖ്യം രൂപീകരിക്കാനായി മുന്നോട്ട് വന്ന നിതീഷ് കുമാറിനെ പോലെയുള്ള ശക്തരായ നേതാക്കളെ ആ സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പ്രധാനമന്ത്രി പദം രാഹുൽ ഗാന്ധിക്കായി റിസർവ് ചെയ്ത് വെക്കണം എന്ന അവരുടെ ഒരു പദ്ധതി, അതാണ് ഇന്ത്യ മുന്നണിയുടെ വലിയ പരാജയത്തിന് ഒരു കാരണമായി ഈ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. ഇതിനുമപ്പുറം കെജ്രിവാളിൻ്റെ ഇമേജിലുണ്ടായ ഒരു പതനം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായിരുന്ന മധ്യവർഗം, ഡൽഹിയിലെ മധ്യവർഗം, മിഡിൽ ക്ലാസ്, അവർക്ക് അദ്ദേഹത്തോടൊരു അകൽച്ച ഉണ്ടായി എന്നുള്ളതും ആ അകൽച്ച BJPയുടെ വോട്ടായി മാറുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി 27 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ മധ്യവർഗം പിന്തുണച്ചിരുന്ന BJPയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി BJPക്ക് ഈ മധ്യവർഗത്തെ കൊണ്ടുപോകാൻ സാധിച്ചു. അത് BJPയുടെ വലിയൊരു നേട്ടമാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ കണ്ടുകൊണ്ടിരുന്നത് വികസനോന്മുഖമായ ക്ഷേമ പദ്ധതികൾ വരുമ്പോൾ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് BJP അപ്പോയിൻ്റ് ചെയ്ത ലഫ്റ്റനൻറ്റ് ഗവർണറുമായി ഏറ്റുമുട്ടലിൻ്റെ പാതയാണ് എന്നും അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിരുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ സ്റ്റൈലിൽ, അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തന ശൈലിയിൽ എൻ്റേത് എന്ന ഒരൊറ്റ രീതിയാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പല പ്രമുഖ നേതാക്കളും പുറത്തു പോകാനുള്ള കാരണമായി ഭവിച്ചത്. ഇതൊക്കെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആ സംഘടന കോൺഗ്രസിൻ്റെ അഴിമതിയെ തുറന്നു കാണിച്ചുകൊണ്ട് അഴിമതി രഹിത ഭരണം ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ അതിന് ആം ആദ്മി പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടി അധികാരത്തിലെത്തണമെന്നും ലോക്പാൽ പോലുള്ള സംവിധാനങ്ങൾ വരണമെന്നും ഉറക്കെ പ്രഖ്യാപിച്ച ശേഷം മദ്യനയ കുംഭകോണത്തിൽ ചെന്ന് പെടുകയും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് ദില്ലിക്കുമപ്പുറം ഒരു ദേശീയ നേതാവാകുവാൻ വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ചടുല നീക്കങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ അരങ്ങേറിയ ഒരു മദ്യനയ കുംഭകോണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യത്തെയും തന്നെ പൊളിച്ചു കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ഡൽഹിയിൽ അദ്ദേഹം കഴിഞ്ഞ 3 പ്രാവശ്യമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റിൽ
ഇന്ന് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. വളരെ വളരെ ദയനീയമായ ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ളതാണ്. 3-ാം സ്ഥാനത്തേക്കാണ് ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ എത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. 26 വർഷങ്ങൾക്ക് ശേഷം ബി ജെ പിക്ക് ദില്ലിയിൽ അധികാരത്തിലേക്ക് ബി ജെ പി മടങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബി ജെ പി അങ്ങനെ ഒരു മികച്ച വിജയത്തിലേക്ക് ദില്ലിയിൽ പോകുന്നു. ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. ഭരണം നഷ്ടമാകുന്നു എന്നതിനൊപ്പം തന്നെ നേതാക്കളുടെ വലിയ തോൽവി കൂടി ആ പാർട്ടിയെ വലിയ തോതിൽ ഉലയ്ക്കും വിധം സംഭവിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് വരുന്നത്. 20-49 എന്ന നിലയിൽ നിൽക്കുകയാണ് ദില്ലിയിലെ ഇപ്പോഴത്തെ കേവല ഭൂരിപക്ഷവും കടന്ന് ബി ജെ പി അങ്ങനെ അധികാരത്തിലേക്ക് വളരെ വ്യക്തതയോടെ ഉറപ്പോടെ നിൽക്കുന്ന സാഹചര്യമാണ്. ആം ആദ്മി പാർട്ടിക്ക് 20 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ഒരിടത്ത് ലീഡ് ചെയ്യുന്നു. ആ ലീഡ് ജയമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദില്ലി നിയമസഭയിലേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ കടന്നു ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകും എന്നതുകൂടിയുണ്ട്. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന നില വന്നേക്കാം. ബി ജെ പിയുടെ മടങ്ങിവരവാണ് ദില്ലിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആം ആദ്മി പാർട്ടിക്ക് വലിയ തോതിലുള്ള വോട്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വോട്ട് ഷെയറിൽ വലിയ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് കൂടിയാണ്.